ഹലോ, എൻ്റെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് UK-ലാണ്. UK-ക്ക് വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം UK കുറിച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ നല്ല ഇമ്പ്രഷൻ ഒന്നുമല്ല. അപ്പോൾ UK-ൽ ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേമായിട്ടുള്ള ഓൾഗേറ്റ് ഇൻ്റർനാഷണൽ വഴി UK-ലെത്തിയ ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്ക് ലാസ്റ്റ് 1 വീക്കായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് UK-ൽ വരുന്നവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാമിലി അല്ലാതെ നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രമാണ് UK-ൽ വരുന്നതെങ്കിൽ UK സ്റ്റിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. എല്ലാവരും അവരുടെ കോഴ്സുകളിൽ ഹാപ്പിയാണ്, യൂണിവേഴ്സിറ്റിയിൽ ഹാപ്പിയാണ്, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലും UK-ൽ ഹാപ്പിയാണ്. നിങ്ങൾക്കറിയാം ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് വേറെയും ഉണ്ട്. അവിടെയൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പാർട്ട് ടൈം ജോബിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഉണ്ട്. അപ്പോൾ കമ്പയർ ടു മറ്റ് കൺട്രീസ് UK ഡെഫിനറ്റ്ലി ഇപ്പോഴും ഒരു ബെസ്റ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ തന്നെയാണ്. എനിക്ക് സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം പാർട്ട് ടൈം ജോബിനാണ് മിക്കവരും സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മൾ എത്തിയ ഉടനെ ഒരു പാർട്ട് ടൈം ജോബ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ 2-3 മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ UK-ലുള്ളൂ എന്നാണ് എനിക്ക് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. മാത്രമല്ല UK-ൽ ഗ്യാരണ്ടീഡ് ആയിട്ട് 2 വർഷത്തെ സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. ആ ടൈമിലൊക്കെ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ബാങ്ക് ലോൺസ് ഒക്കെ ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ടൊക്കെ അത് റീപേ ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഈ 2 ഇയേഴ്സ് സ്റ്റേ ബാക്കിലൂടെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അടിപൊളി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല സ്കോളർഷിപ്സ് അവൈലബിൾ ഉണ്ട്, മാർക്ക് കുറഞ്ഞവർക്കും എത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. IELTS പോലുള്ള ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. ഈസി വിസ പ്രോസസ്സാണ്. മറ്റു യൂറോപ്യൻ കൺട്രീസിലൊക്കെ 1 വർഷം വരെ വിസ പ്രോസസ്സിന് എടുക്കുമ്പോൾ UK-ൽ ഒരു 2 മാസം മാത്രമാണ് എടുക്കുന്നത്. UK-യുടെ നെക്സ്റ്റ് ഇൻടേക്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.